ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Cats Fun Sai with another വീഡിയോ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും ചിക്കൻ 65 കഴിക്കാറുണ്ട്. എഗ് 65ഓ? അപ്പോൾ നമുക്കിന്ന് എഗ് 65 എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് എഗ് 65 ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 പുഴുങ്ങിയ മുട്ടയാണ്. ഇനി നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ശേഷം നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് പാകത്തിന് ഉപ്പ്, ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയും കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാനിൽ ആവശ്യത്തിന് ഓയിൽ എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോരോ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇവയെല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ഫ്രൈയിങ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കതിലേക്ക് 5-6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ എഗ് ബോൾസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ശേഷം നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1/4 കപ്പോളം മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് വിൽ ബി ബാക്ക് സൂൺ വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.